ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ദ സിംഗേഴ്സ് റെസിപ്പി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് റവ കൊണ്ട് കേസരി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാനാണ്. അതിനു മുമ്പായി നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും ഷെയർ എല്ലാം ചെയ്യണം. ഇനിയും നല്ല നല്ല വീഡിയോയുമായി ഞാൻ വരും. അതുകൊണ്ട് ഇന്ന് നമുക്ക് റവ കേസരി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. അതിന് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണമെന്നുള്ളത് നോക്കാം. ഞാൻ സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഒരു 3 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ചു. അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ഇട്ട് വറുത്ത് വരാം. കാഷ്യൂനട്ടും കിസ്മിസും വറുത്ത് കോരി ഇത് മാറ്റി വയ്ക്കാം. ഇനി അതേ നെയ്യിലേക്ക് ഞാനിവിടെ 150 ഗ്രാം റവയാണ് എടുത്തിരിക്കുന്നത് കേസരിക്ക്. അത് നന്നായി ഈ നെയ്യിൽ വറുത്തെടുക്കാം. കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് വറുത്ത് കോരിയെടുക്കണം. റവ വറുത്തത് പാകമായി. ഇനി ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലിരുന്ന കരിഞ്ഞു പോകും. വേറെ പാത്രത്തിലോട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഇത് അതേ പാനിലേക്ക് നമുക്ക് റവ വേകാനുള്ള വെള്ളവും പാലും ഒഴിക്കാം. ഞാൻ 1 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളവുമാണ് ഈ 1 ഗ്ലാസ് റവയ്ക്ക് എടുത്തിരിക്കുന്നത്. ആ അളവിന് ഒഴിക്കുക. അപ്പോൾ ഈ റവ വേകാനുള്ള വെള്ളം പാകമായിരിക്കും. 1 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ വെള്ളം നന്നായി തിളയ്ക്കട്ടെ. തിളച്ച ശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് റവ ഇട്ട് കൊടുക്കാം. ഒരു ലൈറ്റ് ഫുഡ് കളർ ചേർത്താൻ പോകുന്നുണ്ട്. അതോടൊപ്പം ഒരു പിഞ്ച് ഉപ്പും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും പിന്നെ കാഷ്യൂനട്ടും കിസ്മിസും വറുത്ത് കോരിയത് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് 150 ഗ്രാം പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതും ഇതിലോട്ട് റവ വെന്ത ശേഷം ചേർത്തണം. റവ വേകാനുള്ള വെള്ളം തിളച്ചു. ഇതിലേക്ക് ഈ വറുത്ത റവ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് ഇടണ്ട. റവ നന്നായി വേകണം. ഒരു പിഞ്ച് അളവിന് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. ഒരുപാട് കളർ വേണ്ട. റവ മുഴുവനും ഇതിലിട്ടു. ഇനി ഇത് വെന്ത ശേഷം കാണിക്കാം. റവ നന്നായി വെന്തു. ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര, ഒരു പിഞ്ച് ഉപ്പ്, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇതിട്ട് കൊടുക്കാം. ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം. റവയും പഞ്ചസാരയും എല്ലാം പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും ചേർത്താം. അതോടൊപ്പം തന്നെ കുറച്ചുകൂടി നെയ്യ് ഒഴിക്കണം. 2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്താം. നെയ്യ് ലാസ്റ്റ് കുറച്ച് അധികം ചേർത്തിയാൽ തന്നെയാണ് കേസരി നല്ല സോഫ്റ്റായി നല്ല ടേസ്റ്റായിരിക്കുള്ളൂ. ഇതെല്ലാം ഒന്ന് സെറ്റായി പാകമായ ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവിങ് പാത്രത്തിലേക്ക് വിളമ്പിയിട്ട് കാണിക്കാം. നമ്മൾ നല്ല സൂപ്പർ ടേസ്റ്റുള്ള കേസരി ഇവിടെ റെഡിയായി. കുട്ടികൾക്ക് നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് നെയ്യും റവയും പഞ്ചസാരയും കാഷ്യൂനട്ടും എല്ലാം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം. ഇനി ഞാൻ സെർവിങ് പാത്രത്തിലേക്ക് വിളമ്പിയിട്ട് കാണിക്കാം.
റവ കേസരി ഇവിടെ റെഡിയായി. സൂപ്പർ ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. 150 ഗ്രാം റവയും 150 ഗ്രാം പഞ്ചസാരയും കുറച്ച് കാഷ്യൂനട്ട്, കിസ്മിസ്, നെയ്യ് കുറച്ച് കൂടുതൽ വേണം, പാൽ 1 ഗ്ലാസ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ സൂപ്പർ ടേസ്റ്റിൽ കേസരി ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം. നിങ്ങൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം. ഇനിയും വേറെ വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.